ദേവീ ശരണം അമ്മേ, സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മേ ശരണം. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം 9ാം അധ്യായം ആണ് ഇന്നു മുതൽ നാം അവലോകനം ചെയ്തുകൊണ്ട് പോകാനുള്ളത്. സൂര്യവംശ രാജാക്കന്മാരുടെ കഥകളെ പറഞ്ഞു വന്നപ്പോൾ ശര്യാദിയുടെ കഥകളെ സുകന്യാചരിതം അവിടെ ദീർഘമായിട്ട് പറഞ്ഞു. അതിനുശേഷം അനർത്ഥക രാജാവായിരുന്നതായിട്ടുള്ള രേവതൻ്റെ കഥകൾ പറഞ്ഞു വന്നപ്പോഴാണ് അദ്ദേഹം തൻ്റെ പുത്രിയെ ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരം ബലരാമസ്വാമിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ആ കഥകളെല്ലാം അവിടെ പറഞ്ഞു. പിന്നീടാണ് ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചതായിട്ടുള്ള രാജാക്കന്മാരുടെ കഥകളെ പറഞ്ഞുകൊണ്ടിതാ മുന്നോട്ട് പോവുകയാണ്. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ 9ാം സ്കന്ധത്തിൽ വരുന്ന സൂര്യവംശ രാജാക്കന്മാരുടെ ഒട്ടേറെ കഥകൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വ്യാസൻ കഥകളെ തുടർന്നുകൊണ്ട് പറയുന്നു, ഒരു ദിവസം ഇക്ഷ്വാകു മഹാരാജാവ് തൻ്റെ മൂത്തപുത്രനായിട്ടുള്ള വികുക്ഷിയെ വിളിച്ചു. എന്നിട്ട് അഷ്ടകാശ്രാദ്ധത്തിലേക്കുള്ള മാംസം വേഗം കൊണ്ടുവരണം എന്ന് പുത്രനോട് കൽപ്പിച്ചു. ശ്രാദ്ധത്തിന് വേണ്ടിയായിട്ടുള്ള ഈ മാംസം വളരെ ശുദ്ധമായിട്ട് പരിശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞ് മകനെ വനത്തിലേക്ക് അയച്ചു. വനത്തിലേക്ക് പോയ വികുക്ഷി ധാരാളം പന്നികളെ, മാനുകളെ, മുയലുകളെയൊക്കെ വേട്ടയാടി വീഴ്ത്തി വധിച്ചു. എന്തായാലും ഇതിൻ്റെ പിന്നിലൊക്കെ ഓടി വേട്ടയാടിയൊക്കെ ചെയ്ത സമയം കൊണ്ട് അദ്ദേഹത്തിന് നല്ല വിശപ്പെടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, താൻ തന്നെ കൊന്ന മൃഗങ്ങളിൽ ഒരു മുയലിനെ ആ കാട്ടിൽ വെച്ച് തന്നെ വിറകൊക്കെ കൂട്ടി ഒരടുപ്പൊക്കെ കത്തിച്ച് ആ മുയലിൻ്റെ മാംസത്തിനെ അതിൽ വെച്ച് പാകം ചെയ്ത് ഭക്ഷിച്ചു വിശപ്പ് തീർത്തു എന്നാണ് പറയണത്. എന്നിട്ട് ബാക്കി മൃഗങ്ങളുടെ മാംസമെല്ലാം കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു പിതാവിൻ്റെ അടുത്ത്. എന്തായാലും പ്രോക്ഷണത്തിന് കൊണ്ടുവച്ച മാംസം കണ്ടപ്പോൾ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠന് മനസ്സിലായി ഈ മാംസം ശ്രാദ്ധയോഗ്യമല്ല. എന്താ കാരണം, ഭക്ഷിച്ചതിൻ്റെ ബാക്കിയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിതൃ കർമ്മങ്ങളെ, ശ്രാദ്ധങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ ആ ശിഷ്ടം നമ്മൾ ഭുജിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് ധർമ്മം പറയുന്നത്. അപ്പോൾ ഇവിടെ ആ മുയലിൻ്റെ മാംസം ഭക്ഷിച്ച് ബാക്കിയാണ് കൊടുത്തത് എന്നുള്ളത് കാരണം കൊണ്ട് ആ ബാക്കി വന്ന മാംസം പിതൃക്കൾക്ക് അർപ്പിക്കാൻ യോഗ്യതയില്ലാത്തതായി തീർന്നു, പവിത്രത അല്ലാത്തതായി തീർന്നു. എന്തായാലും കോപിച്ച വസിഷ്ഠൻ രാജാവിനെ വിളിച്ചിട്ട്, ഇക്ഷ്വാകുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ പുത്രൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഈ മാംസം പിതൃക്കൾക്ക് അർപ്പിക്കാൻ യോഗ്യമല്ല എന്ന് പറഞ്ഞ സമയത്ത് കുലഗുരു പറഞ്ഞത് കേട്ട ഇക്ഷ്വാകുവിന് ദേഷ്യം വന്നു. വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറഞ്ഞത് നീ അത് വേണ്ടതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ക്രോധിച്ച രാജാവ് മകനെ നാട്ടിൽ നിന്ന് പുറത്താക്കി കാട്ടിലേക്ക് എന്നാണ് പറയണത്. ഈ മുയലിനെ പാകം ചെയ്ത് ഭക്ഷിച്ചത് കാരണം കൊണ്ട് ഈ വികുക്ഷിക്ക് ശശാദൻ എന്ന പേരും കിട്ടിയെന്ന് പറയുന്നുണ്ട്. എന്തായാലും അച്ഛൻ നാടുവിട്ട് പുറത്ത് കൊടുക്കാൻ കൽപ്പിച്ച സമയത്ത് ശശാദൻ അവിടെ നിന്ന് വനത്തിലേക്കാണ് പോയത്. അവിടെയുള്ള
കായ്കൾ കനികളെല്ലാം ഭക്ഷിച്ചുകൊണ്ട് അവിടെ കഴിച്ചുകൂട്ടി. അങ്ങനെ ഇരിക്കവെയാണ് അച്ഛനായിട്ടുള്ള ഇക്ഷ്വാകു മരിച്ച വിവരം മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ശശാതൻ തിരികെ എത്തി ആ രാജ്യഭാരമൊക്കെ ഏറ്റെടുത്തു. അങ്ങനെ സ്വയം അയോധ്യാപതിയായി അദ്ദേഹം രാജ്യം ഭരിച്ചു. സരയൂ നദിയുടെ തീരത്ത് വെച്ച് അദ്ദേഹം ഒട്ടേറെ യജ്ഞങ്ങളൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ആ ശശാതന് കകുസ്ഥൻ എന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള പുത്രനുണ്ടായി. ഈ കകുസ്ഥന് ഇന്ദ്രവാഹൻ, പുരഞ്ജയൻ എന്നീ നാമങ്ങളുമുണ്ട്. 2 മറ്റ് പേരുകൾ നമ്മളൊക്കെ ഇടാറില്ലേ, ഒന്ന് വെച്ച പേര്, ഒന്ന് വിളിക്കുന്ന പേര് എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പണ്ടങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വെച്ച പേര് കുറച്ച് വളരെ ദീർഘമുള്ള പേരുകളൊക്കെ ആകും. ഭഗവാന്റെ പേര് അനന്തനാരായണൻ, ബലരാമഗോവിന്ദൻ, അങ്ങനെയൊക്കെ പല പേരുകളൊക്കെ ഇങ്ങനെ നീണ്ടിട്ടൊക്കെ വയ്ക്കും. അപ്പോൾ അതൊന്നും പെട്ടെന്ന് വിളിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കണ്ണ, ഉണ്ണി അങ്ങനെയൊക്കെ വിളിക്കില്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു പെറ്റ് നെയിം എന്നൊക്കെയാണെന്ന് അതിന് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ഇവന് അങ്ങനെ 3 പേരുണ്ടായെന്നാണ് പറയണത് ഈ കകുദ്മിക്ക്. ഒന്ന് അച്ഛൻ വെച്ച പേരാണ് ഈ കകുദ്മി എന്ന്. പക്ഷേ ഇവന് ഇന്ദ്രവാഹൻ, പുരഞ്ജയൻ എന്ന പേരുകളുമുണ്ട് എന്നവിടെ പറഞ്ഞു. കഥ കേട്ടുകൊണ്ടിരുന്നതായിട്ടുള്ള, ശ്രദ്ധാപൂർവം കഥ കേട്ടുകൊണ്ടിരുന്നതായിട്ടുള്ള ജനമേജയൻ വ്യാസനോട് ചോദിക്കുന്നു, ഈ അച്ഛൻ കകുദ്മി എന്ന് പറഞ്ഞ നാമകരണം ചെയ്തു, ശരിയാണ്. പക്ഷേ ഇന്ദ്രവാഹൻ, പുരഞ്ജയൻ എന്നൊക്കെ ഇദ്ദേഹത്തിന് പേര് കിട്ടാനുള്ള കാരണം എന്താണ്? എന്ത് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ആ പേരുകൾ ലഭിച്ചത് എന്നൊക്കെ വ്യാസനോട് ചോദിച്ചു. വ്യാസൻ പറഞ്ഞു, ഈ ശശാതൻ സ്വർഗസ്ഥനായപ്പോൾ കകുസ്ഥൻ രാജാവായി, പുത്രനാണല്ലോ, അടുത്ത അധികാരം അവനായി കകുസ്ഥന്. അദ്ദേഹം നല്ല ന്യായത്തോടു കൂടിയിട്ട് രാജ്യം ഭരിച്ചൊക്കെ വന്നു. അപ്പോഴാണ് ദേവന്മാരെയെല്ലാം പരാജയപ്പെടുത്തി എന്ന് പറയുകയാണ്. ദൈത്യന്മാരെന്ന് പറഞ്ഞാൽ അസുരന്മാർ യുദ്ധം ചെയ്ത് ദേവന്മാരെയൊക്കെ പരാജയപ്പെടുത്തി. അപ്പോൾ ഈ ദേവന്മാരെല്ലാവരും കൂടി വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. അപ്പോൾ ദേവന്മാരോട് വിഷ്ണു പറഞ്ഞു, നിങ്ങൾ ഈ അയോധ്യാധിപതിയായിട്ടുള്ള ശശാതൻ്റെ പുത്രനായിട്ടുള്ള കകുസ്ഥനോട് ചെന്ന് അവൻ്റെ സഹായം അഭ്യർത്ഥിക്കൂ. അവൻ യുദ്ധത്തിൽ നിപുണനാണ്. യുദ്ധത്തിൽ ഈ ദൈത്യന്മാരെയൊക്കെ നിഗ്രഹിച്ച് നിങ്ങൾക്ക് വിജയം നേടിത്തരാൻ പ്രാപ്തിയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞു. പരാശക്തിയുടെ ഭക്തനാണ്. ദേവിയുടെ പ്രസാദം കൊണ്ട് ഈ കകുസ്ഥന് നിസ്തുല്യമായിട്ടുള്ള കഴിവുകൾ, അതിപരാക്രമമായിട്ടുള്ള കഴിവുകൾ, ഇതൊക്കെ ദേവീഭക്തനായിട്ട് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇന്ദ്ര, നിങ്ങളൊക്കെ കൂടി പോയിട്ട് ഈ ശശാതപുത്രനായിട്ടുള്ള കകുദ്മിയെ സഹായത്തിന് വിളിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ദേവന്മാരൊക്കെ കൂടി അയോധ്യയിലേക്ക് എത്തിയ ദേവന്മാരെ എല്ലാം ഈ കകുദ്മിയും പൂജിച്ച് ഉപചാരം ചെയ്തിരുത്തി. അവരോട് എന്തിനാ വന്നത് എന്നൊക്കെ അന്വേഷിച്ചു. ഏതായാലും രാജാവ് പറഞ്ഞു, ഇത്രയും ദേവന്മാർ അയോധ്യയിലേക്ക് ഇതാ വന്നിരിക്കണു, സ്വയമേവ കാണാനായിട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ പരം ഭാഗ്യം എന്താ വേണ്ടത്? ദേവന്മാരുടെ ദർശനം തന്നെ അതിദുർലഭമാണ്, പുണ്യവുമാണ്. യാഗയജ്ഞങ്ങൾ, വലിയ വലിയ യാഗയജ്ഞങ്ങളൊക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ചെയ്താൽ മാത്രമേ സന്തുഷ്ടരായെങ്കിൽ ദർശനം കൊടുക്കുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ദേവന്മാരെ, ഇന്ദ്രനടക്കമുള്ളവരൊക്കെ ഇതാ അവിടെ വന്നിരിക്കണമെന്ന് കണ്ടപ്പോൾ എൻ്റെ മഹാഭാഗ്യം, അഹോഭാഗ്യം, എന്താ ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ എന്തിനാണ് അവിടെ വന്നത് എന്നൊക്കെ കുശലൻ ചോദിച്ചു. എന്തായാലും ദേവന്മാരെന്താ പറഞ്ഞത്, രാജാവ് എന്താ ചെയ്തത് എന്ന ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.